വണ്ടി ABS അല്ല, നമ്മളൊരു കയറ്റം എടുക്കാൻ വേണ്ടി വന്നതാണ്. പുതിയ ഒരു സ്കൂട്ടർ ഇനി വാങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഒരു EV. യെസ്, നമ്മുടെ അടുത്ത് നിന്നുള്ളത് ഓലയുടെ തന്നെ മോസ്റ്റ് പവർഫുൾ വേരിയൻ്റ് ആയിട്ടുള്ള ഓല S1 Pro ആണ്. വളരെ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണിത്. അപ്പോൾ വണ്ടിയിൽ കയറിയിരുന്ന് വണ്ടി ടേൺ ഓൺ ചെയ്യാനായിട്ട് ഈ പവർ ബട്ടണിലൊന്ന് അമർത്തുക. അപ്പോൾ നമ്മുടെ പാസ്കോഡ് ചോദിക്കും. ഇതിന് കീ എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി കീലെസ് ആണ്. നമ്മൾ പാസ്കോഡ് എൻ്റർ ചെയ്യുക. ദെൻ വെഹിക്കിൾ ഈസ് അൺലോക്ക്ഡ്. നമുക്ക് 4 റൈഡിങ് മോഡ്സ് ആണുള്ളത്. ഇക്കോ, സ്പോർട്സ്, നോർമൽ, ഹൈപ്പർ മോഡിലാണ് ഫുൾ പവർ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്പോർട്ട് ഹൈപ്പറിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ടെസ്റ്റ് ഡ്രൈവിനെടുത്താണ്, നമുക്കൊന്ന് വലിച്ചെടുത്ത് നോക്കാം. സ്പീഡ് എടുക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി. EVകളുടേതായ ഒരു ലോ ആൻഡ് ഇനിഷ്യൽ ആക്സിലറേഷൻ ഉണ്ട്. റൈഡബിലിറ്റിയുടെ കാര്യത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട, വണ്ടി പക്കയാണ്. ഓക്കെ ഫൈൻ. വണ്ടി ABS അല്ല, പാനിക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടയർ ലോക്കായി. സോ അത് മൈൻഡ് ചെയ്യുക. ഇത്ര സ്പീഡിൽ പോകുന്നൊരു വണ്ടിയാണെന്നുള്ളത് ഓക്കെ. നമ്മളൊരു കയറ്റം എടുക്കാൻ വേണ്ടി വന്നതാണ്. ലോ ആൻഡ് ടോർക്കിനൊന്നും ഒരു പ്രശ്നമില്ല, വണ്ടി ഹോൾഡായി നിന്നോളും, പിന്നെ എടുക്കുമ്പോൾ വലിക്കുകയും ചെയ്തോളും. ഓക്കെ ഫൈൻ. പണി ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. അപ്പം നമ്മുടെ EVകളിൽ ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞ് ത്രോട്ടിൽ ആക്ച്വേറ്റ് ആവുള്ളൂ. സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സംഭവിച്ചത്. നമുക്ക് ആ ഒരു സിങ്ക് കിട്ടുന്ന ഗ്യാപ്പിൽ വണ്ടി റോട്ടിൽ നിന്ന് മാറി ട്രാക്ഷൻ ഇല്ലാത്തൊരു ഭാഗത്തേക്ക് പോയി. അതിൻ്റെ പിറകിലാണ് വലിയൊരു കുഴിയും. അതാ ഞാൻ പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കാതെ തള്ളിയെടുത്തത്. കേറുവന്നോ? നീ ഓടിച്ചില്ല ഇത്? നീ ഓടിച്ചു നോക്കി. സ്പോട്ട് ഹൈപ്പർ മോഡിലാ, ഫുൾ പവർ. എടാ വലിച്ചോണ്ട് പോവേ, ABS ഒന്നും ഇല്ല. പോട്ടെ, പുറകിരിക്കാൻ സുഖമാണല്ലോ. അതാ പറഞ്ഞേ, എടാ ഞാൻ നോക്കിട്ട് സ്കൂട്ടർ എടുത്തിരുന്നവർക്ക് ഇതൊരെണ്ണം എടുത്തിരുന്നല്ല ലാഭം. ഞാൻ നോക്കിട്ട് മെയിൻ്റനൻസ് ഇല്ല. അതും ഈ സ്കൂട്ടറിൽ ഭൂരിഭാഗവും ലോക്കലോട്ടം മാത്രമേ ഓടുന്നുള്ളൂ. രാത്രി വീട്ടിൽ കുത്തിയിട്ടാൽ മതി. എന്തായാലും ഒരു 100-130 ഇവിടെ കിട്ടുമായിരിക്കും. ഇപ്പോൾ EV എടുക്കാൻ ടൈം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡെയിലി കമ്മ്യൂട്ടറാണ്, നിങ്ങളുടെ ഓട്ടം സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ EV ഈസ് എ ബെറ്റർ ഓപ്ഷൻ ഫോർ യു. നിങ്ങൾ ഇതുവരെ ഒരു EVയും ഓടിച്ചു നോക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു സ്കൂട്ടർ ഇനി വാങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഒരു EV ഓടിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇത് ഒരു ഇനീഷ്യൽ ഇംപ്രഷനായിട്ട് മാത്രം എടുത്താൽ മതി. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഒരു EV ഓടിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ നിങ്ങൾക്ക് EV എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓലയുടെ ഷോറൂംസിൽ സമീപിക്കാവുന്നതാണ്. ഇപ്പം കട്ടപ്പനയാണെന്നുണ്ടെങ്കിൽ കട്ടപ്പന ഓലയിൽ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വന്ന് വണ്ടി ഓടിച്ച് നോക്കാം, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ വണ്ടി എന്തായാലും നമുക്ക് കൊണ്ട് കൊടുത്തേക്കാം.